ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലുമല്ല, വിളവെടുപ്പുമല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ കരിയില കമ്പോസ്റ്റില്ലേ, ആ ചാക്ക് ഒന്ന് പൊട്ടിക്കുക, ചാക്ക് അയച്ച് കരിയില കമ്പോസ്റ്റ് ആയതുണ്ടോ എന്തോ അറിയില്ല, നമുക്ക് ഒന്ന് കാണാം. അതും അതിൽ നിന്ന് വളം എടുത്തിട്ടുണ്ടെങ്കിൽ വളം എടുത്തിട്ട് ഓരോ ചെടികൾക്കും ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതൊക്കെയാണ് ഇന്നത്തെ. നമ്മൾ നട്ടാൽ മാത്രം പോരല്ലോ, ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്കതിൽ നടുമ്പോൾ നിറയെ കരിയിലൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ നമുക്കതങ്ങ് ഇരിക്കുക, ഇരുന്നതിന് മേലെ കുറച്ച് കരിയില ഇടണോ, കരിയില കമ്പോസ്റ്റ് ഇടണോ, കുറച്ച് മണ്ണ് നന ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നവിരി ഇതാണ് എൻ്റെ കരിയില കമ്പോസ്റ്റ് നിറച്ചിട്ട് കെട്ടി വെച്ച്. കെട്ടൊക്കെ ഞാൻ ഇതിന് മുമ്പ് നയിച്ച് നോക്കി, എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഞാൻ കഴിച്ചു നോക്കുക എന്തായി എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാനത് തുറന്ന് നോക്കട്ടെ കേട്ടോ. അതിൻ്റെ മേലെ ഒരു കനം വെച്ചതാ, കെട്ടാൻ കഴിയുന്നില്ല. അവസാനം നിറഞ്ഞു വെക്കുമ്പോൾ അവിടെ ഒരു കനം വെച്ചതാ. അപ്പം അതിൽ കളിക്കുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഇടണം. ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ എന്തെങ്കിലും അതിന് ജീവികൾ ഉണ്ടാവും, ആ പഴുതാരയൊക്കെ ഉണ്ടാവും, സാധ്യത ഉണ്ട്. പിന്നെ കയ്യിലാവണ്ടല്ലോ വിചാരിച്ചിട്ട് അന്നലത്തെ വീഡിയോയിൽ ഞാൻ ഗ്ലൗസ് ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു കൂട്ടുകാരി, നമ്മളെ കുടുംബത്തിലെ ഒരാൾ പറഞ്ഞു എലിമൂത്രമൊക്കെ ഉണ്ടാവും, ഗ്ലൗസ് ഇടണേ എന്നുള്ള. അത് ശരിയാ, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. ഇത് നല്ല ഗ്ലൗസ്, അതിനോട് എനിക്ക് മടിയില്ല ഇടാൻ. നോക്കട്ടെ കേട്ടോ, അല്ലാക്കറിയാം ഇപ്പം എന്താ ഈ അവസ്ഥ അതൊക്കെ ഉള്ളത്. ഇങ്ങനെ ഉണ്ടാക്കും, നിൽക്കാതെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കും. ഇതൊക്കെ നമുക്ക് വളാക്കി എടുക്കാം കേട്ടോ. അത് കർമൂസിൻ്റെ ഒക്കെ വെട്ടി പോയതാ. കർമൂസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞേ നിൽക്കുള്ളൂ, അതിന് ഇവിടുത്തെ പോവും. ആ തുറന്ന് നോക്കട്ടെ എന്താവും എന്നുള്ളത്. അമർന്ന് നിൽക്കുക. ഉണ്ട് കറുപ്പ് കളറ് വരുന്നുണ്ട്. ആ കറുപ്പ് കളറാ. എന്താ ഇതാണ് എൻ്റെ കാര്യം. എനിക്കങ്ങനെ ഉറുമ്പൊന്നുമില്ല കേട്ടോ, പൊടിഞ്ഞിക്ക്. ഇതിപ്പോൾ കുറച്ചായി കെട്ടി വെച്ചിട്ട്. ഇതെന്തേക്കല്ലോ ഒക്കെ എൻ്റെ കരിയില വാരി ഇടുകയല്ലേ നമ്മളെ ഈ പെടുന്നതാ. എന്താ അങ്ങനത്തെ ഒക്കെ പെട്ടീണ്. ഇത് എല്ലാം പെട്ടീണ്. ഇതാ ഇത് കുറച്ച് മാസങ്ങളായി കെട്ടി വെച്ചിട്ട്. ഞാൻ കുറച്ച് ഇത്ര എടുത്തോളൂ, ഇനി ഇത്ര തന്നെ മണ്ണും ഇടട്ടെ. കല്ലൊക്കെ എന്തായാലും ഉണ്ടാവുക, നോക്കണ്ട നമ്മൾ. ഇനി കുറച്ച് മണ്ണും ഇടുക. എൻ്റെ വളം ചെയ്യലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇനി പ്ലാസ്റ്റിക്കുകളൊക്കെ വരും. തക്കാളി തൈ നട്ട് കണ്ടോ, ഈ തക്കാളി തൈക്ക് ഇങ്ങനെയുള്ളൊരു പ്ലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കണം എന്നറിയോ, ഇങ്ങനെ ഇതാ ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങ് ഇടുക, കൂട്ടിപ്പിടിച്ചിട്ട്. അതെ, ഗ്ലൗസ് ഇട്ടിട്ട് കൂട്ടിപ്പിടുത്തത്തിനൊക്കെ ഒരു പ്രയാസം. ഗ്ലൗസ് തൽക്കാലം ഊരേണ്ടി വരും. എന്താ ഇങ്ങനെ അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിതിൽ വളമിട്ട് കഴിഞ്ഞാൽ വേര് നിറയെ, ഇതിലൊക്കെ നിറയെ വേര് വരും. അപ്പം വേര് ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുത്ത് നല്ല വേഗം സൂപ്പർ വേഗത്തിൽ ഇത് വളർന്ന് കായ ഉണ്ടാവും, അല്ല പൂവ് കായ ഒക്കെ ഉണ്ടാവും. പിന്നെ അത് ഒടിഞ്ഞു പോകൂല. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മാക്സിമം കുറക്കണോ. പക്ഷെ ഇത് വീണ്ടും നമുക്ക് എടുക്കാമല്ലോ. ഇത് ഇടുന്നില്ലേ എവിടെ, ഇതങ്ങനെ ഇതിൻ്റെ മുരട്ട് ഇത് അങ്ങനെ അങ്ങ് വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് 2-3 കാണിക്കുന്നുള്ളൂ, സമയം നീണ്ടുപോകും. അതാ കാബേജാ. ഈ കാബേജ് ഞാൻ നടുമ്പോൾ ഞാൻ നന്നായിട്ട് കരിയിലിട്ടുന്ന് ഞങ്ങളെ കാണിച്ചുകൊണ്ടാണല്ലോ ഇതൊക്കെ നട്ടത്. അതൊക്കെ എൻ്റെ ഇതിലുണ്ട്, ചാനലിലുണ്ട്. ഇതൊക്കെ ഞങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് നട്ട്. അപ്പോൾ ഇത് ഇതിപ്പോൾ അടുത്ത് നട്ടതാ. അതിൻ്റെ വളർച്ച കരിയിൽ ആ തണുപ്പിൽ നിന്നുകൊണ്ടേ. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇത് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഒന്നിങ്ങനെ ഒന്ന് ഇളക്കിയിടണം. ഒന്നിങ്ങനെ ഇളക്കണം. കുറേ കാബേജ് ഉണ്ട് എനിക്ക്, അതെല്ലാം കൂടി നിങ്ങളെ കാണിക്കൂല. 2 അങ്ങോട്ട് ഇട്ട് കൊണ്ടുവന്നാൽ മേലോട്ട്. എനിക്ക് അധികം കുനിയലും പണിയെടുക്കലും സംസാരവും കൂടി പ്രയാസമാണ്. ഇപ്പം കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പവർഫുൾ എന്ന് പറഞ്ഞതിനുള്ള ഉദാഹരണമാണ്. ഇതുണ്ടായി കണ്ടോ. പിന്നെ എല്ലാവർക്കും ഒച്ചി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒച്ചി വരാതിരിക്കാനുള്ള മരുന്നൊക്കെ ഞാൻ ഇതിൽ കാണിച്ചതാ. എനിക്ക് എന്തോ ആ മരുന്ന് ഫലിച്ചതാണോ എന്താ അറിയില്ല, ഒച്ചി പിന്നെ വന്നിട്ടില്ല. ഹോൾസ് ഒന്നുമില്ല.
എന്താ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. അധികം ഒന്നും വേണ്ട, എല്ലാ ഭാഗത്തും ഇല്ല, എല്ലായിടത്തും എത്തണം. വേര് നാനാഭാഗത്തും എത്തുമല്ലോ. മണ്ണും രണ്ടും ചേർത്തതാത്ത് കേട്ടോ. കരിയില കമ്പോസ്റ്റും മണ്ണും. ഒരു 5 പൈസ ഒരു ചില്ലി കാശ് ഇത് നിങ്ങൾക്ക് മുടക്കില്ല. നമ്മൾ പൈസ കൊടുത്ത് ഒന്നും വാങ്ങണ്ട. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഒരു 2-3 കരിയില ഇടുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൂടാ, ഭയങ്കര ചൂടാണല്ലോ. അപ്പം ഇതിൻ്റെ ചുറ്റും വെയിലൊക്കെ തട്ടിയിട്ട് ഇത് ഉണങ്ങിപ്പോവും. അപ്പം കരിയിലിട്ടാൽ കുറച്ച് നേരം നനവിൽ അങ്ങനെ നിൽക്കും. അപ്പോൾ ചെടികളൊക്കെ AC നിൽക്കും പോലെ നിൽക്കും, നല്ല ഉഷാറിൽ വളരും. ഇതിന് കരിയിലേ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ വെള്ളം പിടിച്ചടന്നിക്കും കുറേ നേരത്തിന്. ഒരു തണുപ്പ് അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മണ്ണൊന്ന് ഇളക്കണം കേട്ടോ. ഒക്കെ കരിയിലൊന്നും ആദ്യത്തെ കരിയിലൊന്നും ഇപ്പം കാണാനില്ല, ഒക്കെ മണ്ണായി മാറി. അപ്പം നല്ല സോഫ്റ്റായി കഴിഞ്ഞാലേ ഇതിൻ്റെ വേരിന് ഓടി നടന്ന് ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കാമല്ലോ. അതിന് ഉദാഹരണം തന്നെ കണ്ടോ എൻ്റെ കാബേജ് ആയത്. എന്തൊരു ഉഷാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടികൾ നന്നായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഇതെല്ലാം എൻ്റെ കാബേജാ. ഇത് ഫുള്ള് വളമിടുന്ന നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, സമയം നീണ്ടുപോകും. ഇടയ്ക്കൊക്കെ പൂച്ചെടികളും വളർന്നിട്ടുണ്ട്, അത് ഇടയ്ക്കൊക്കെ പറിച്ച് കൊടുക്കും, എന്നാലും അത് വളരും. എല്ലാം കാണിക്കണമല്ലോ. അതാ ഒന്ന് പോയിട്ട് അതെന്താന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇവിടെ കണ്ടോ പൂ, എന്തൊരു ഭംഗിയാലേ ഈ മഞ്ഞപ്പൂവ്. പിന്നെ തക്കാളി ഞാൻ ഈ സൈഡിലൊന്ന് നട്ടു നോക്കിയതാ, വെയിലുള്ള ഭാഗം നോക്കിയിട്ട് നട്ടതാ. എനിക്ക് പല സ്റ്റേജിലുള്ള തക്കാളി ഉണ്ട്. വിളവെടുക്കുന്നതുണ്ട്, പൂവിടുന്നതുണ്ട്, കായ ഉണ്ടായതുണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ കുക്കുംബർ ഇടുമ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കണം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കുക്കുംബറിലിട്ടിട്ട് കുറച്ച് ചപ്പും അങ്ങോട്ട് കൊടുക്കുക. ഇതിൽ ഇങ്ങനെ ചപ്പിട്ടാൽ ഒച്ചി വരില്ല എന്നൊക്കെ സംശയം ഉണ്ടാവും. നമ്മൾ ഒച്ചി വരുന്നതിൻ്റെ മരുന്ന് അങ്ങ് അടിച്ചു കൊടുത്തതാ, പുളിപ്പിച്ച കഞ്ഞിവെള്ളം എല്ലാം. ഇതിപ്പോൾ നിറച്ച് കായ്യ കണ്ടോ, കായ് പിടിച്ചതൊക്കെ കായ്യ. എന്താ വരുന്നതേ എൻ്റെ കുറ്റിക്കുരുമുളകിൽ നിറച്ച് കായ്യ കണ്ടോ. കുറ്റിക്കുരുമുളക് പറയുമ്പോൾ തെറ്റിപ്പോണിതാ, നിറച്ച് കായ്. ഞാൻ അതിനിട്ട് കൊടുക്കട്ടെ. ഉഷാറായത് ഇവിടെ കണ്ടു വഴുതിയതാ. ഇതൊക്കെ കുറേ വിളവെടുത്തതാ. ഇതിന് കുറച്ചിട്ട് കൊടുക്കട്ടെ. കയ്യേറുള്ളത് കൊണ്ടേ കയ്യിൽ തന്നെ. ഇഞ്ചിൻ്റെ സീസണൊന്നും അല്ല ഇപ്പോൾ, എന്നാലും എനിക്ക് ഇഞ്ചിയാട്ടോ ഉഷാറായിട്ടുണ്ടാകുന്ന. ഇതിൽ ഒക്കെ വളവും നനയും കൊടുത്തുകൊണ്ടേ. ഇത് ഉരുളക്കിഴങ്ങ് പൂവിടാൻ തുടങ്ങിയിട്ടോ. നിങ്ങളെ എൻ്റെ കൂടെ നട്ടവർ കുറേ പേരുണ്ടല്ലോ, അവരുടെ പൂവിട്ടേക്കൂതാ, നിറയെ പൂവാ. ഇതൊക്കെ അവിടെ പൂവിടുന്നത് നല്ലതാ, കായ്ക്കാൻ ഫസ്റ്റ് അടി നല്ല കിഴങ്ങുണ്ടാവും. ഞാനിനി ഇതിനിട്ട് കൊടുക്കട്ടെ. എൻ്റെ കാബേജ് ഒരേ ടൈമിനല്ല കേട്ടോ ഞാൻ കാബേജ് നടുക. ഇതൊക്കെ വേറെ ടൈമിന് നട്ടതാ. എനിക്ക് എല്ലാ സമയത്തും ഇത് പിന്നെ പടുത്ത് നട്ടതാ. ഇതിന് മുമ്പ് ഒരു കാബേജ് മുമ്പ് നട്ട് വിളവെടുക്കാനായി. ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ അവിടെ വെച്ചാൽ മതി. ഈ കുറ്റിമ നിറച്ച് തൈ വരും, ആ തൈ കൊണ്ടുപോയി നടല. ഇതൊക്കെ അതിൻ്റെ മുമ്പ് നട്ടതാണ്ടോ ഉണ്ടാകുന്നത്. ഇതൊക്കെ പടുത്ത് നട്ടത്, ഓരോ സമയത്തും നട്ട, ഒരേ പ്രായക്കാരെല്ലാം വരും. ഇവിടെ കണ്ടോ ഉഷാറായിട്ടുണ്ടായത്. ഇതൊക്കെ വേറെയാട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ കാബേജ് ഒരേ പ്രായക്കാരല്ല എന്നുള്ളത്. ഇത് കണ്ടോ, ഞാൻ പയറ് മുളക്കാൻ വെച്ചത് എങ്ങനെ നോക്ക്, പിടുത്തം കിട്ടൂല ഇത് ഉണ്ടാവുമ്പോൾ. ഇത്
പ്ലാവിൻ്റെ ഇല കുമ്പിള് കുത്തിയിട്ട് മണ്ണ് നിറച്ച് നട്ടിട്ട് മൊത്തം മുളച്ചു. എന്താ ഇത് നടുക്ക് നിൽക്കുന്ന എന്താ അറിയോ, എൻ്റെ ബീറ്റ്റൂട്ട് ഉപ്പേരി വെക്കാൻ കൊണ്ടുവന്ന് മേൽഭാഗം കട്ട് ചെയ്ത് ഞാൻ മുളപ്പിച്ചതാ. ഇനി ഇത് മാറ്റി നടണം. കണ്ടോ ഇതിലൊക്കെ ഉണ്ടായി, ഇവിടെ ഒക്കെ അതാ, ഇതെല്ലാം അതാ, ഇതൊക്കെ കണ്ടോ ഇവിടെ എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ചീര പാകിയതാ, ചീര പാകിയത് ഇതാ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതാ ചുവപ്പ് ചീര ഞാൻ പാകിയതാ. എനിക്ക് ചുവപ്പ് ചീര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉഷാറല്ലേ, ഒറ്റൊന്നും പോയില്ല കേട്ടോ. മീൻകൊട്ടയിൽ ഞാൻ പച്ചമുളക് നട്ടതാ. പച്ചമുളക് പൂവിടാൻ തുടങ്ങി. അതിൻ്റെ ചുറ്റും ഞാൻ പൊന്നാങ്കണ്ണി നട്ടതാ. ചുറ്റും പൊന്നാങ്കണ്ണി വിളവെടുക്കാനായി. ഇഷ്ടം പോലെ മണ്ണ് കൊള്ളുമല്ലോ, അതിന് ഇട്ട് കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തും അങ്ങനെ ആക്കിയാൽ എൻ്റെ ചുവന്ന ചീരേന്. ഇതിൻ്റെ പ്രായക്കാരൊക്കെ വലുതായി. ഇപ്പോൾ ഞാനിവിടെ തക്കാളി പാകിയ കൊണ്ട് തക്കാളി വലിയ 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 ചെടികൾ ഇങ്ങനെ പിരിച്ചു കൊണ്ടുപോയി നട്ടിട്ട് ഇനി കുറച്ചുകൂടി ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ വളർച്ച കുറച്ച് മുരടിച്ചു പോയി. ഇനി ഇതൊക്കെ ഒന്ന് മാറ്റണം. കപ്പയാ നല്ല ഉഷാറായി വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇതിടട്ടെ, നമ്മളെ പവർഫുൾ കരിയില കമ്പോസ്റ്റ്. ഇത് ഇനിയും എൻ്റെ വേറെ ഓരോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ കപ്പ നടലിട്ടു. അതുകൊണ്ട് എല്ലാവരും ഒരേ വളർച്ചക്കാരല്ല, അങ്ങനെ ഒന്നും ഉണ്ട് എനിക്ക്. നമുക്ക് എപ്പോഴും കപ്പ വിളവെടുക്കാമല്ലോ, അതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ നടലുള്ളൂ. അങ്ങനെ നട്ടതാ ഇത്. ഒന്ന് വിളവെടുത്ത് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് വേറൊന്ന്, നമ്മളെ പൂതി മാറുമ്പോഴത്തേക്ക് വേറൊന്ന് വിളവെടുക്കാം. ഒക്കെ ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കുന്ന, അതുകൊണ്ട് നിങ്ങളെ കാണിക്കെ ഞാൻ ഇത് ചെയ്തില്ല. ഇതാ ഇത്ര ഇനിയുണ്ട്, കുറേ ഉണ്ട്. എല്ലാം കൂടി നിങ്ങളെ കാണിച്ചാൽ കഴിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചാ കാണിച്ചത്. ഇനി ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ളതാ. എനിക്ക് കൂടുതൽ കൃഷി എൻ്റെ അപ്പുറത്തെ പറമ്പില്ല, അവിടേക്ക്. ഇത് എൻ്റെ പാൽച്ചേമ്പ്. ഈ പാൽച്ചേമ്പ് വിളവെടുക്കുന്നത് ഞങ്ങളെ കാണിച്ചതാ. അന്ന് തന്നെ ഞാൻ നടുന്നതും കാണിച്ചിരുന്നു. ഇതാ കണ്ടോ ഉഷാറായത്. ഇല കണ്ടാലറിയാം എങ്ങനെ ഉണ്ട് ഇത്, ആളെങ്ങനെ ഉഷാറ്. കറുപ്പ് കളറ് കണ്ടില്ല. അതിൻ്റെ ഇതെനിക്ക് കുഞ്ഞിമിച്ച് തന്ന മണിത്തക്കാളിയാണ്. അത് ഞാൻ ഇവിടെ വെച്ചതായിരുന്നു. ഇപ്പോൾ അത് ഉഷാറായി വരുന്നുണ്ട്. മുരട്ട് നിറയെ എൻ്റെ പിന്നെ മുരട്ട് നിറഞ്ഞ കരിയിലൊക്കെ ഉണ്ടാവുക. ഈ ഏരിയ ഫുള്ള് എൻ്റെ ചീരച്ചേമ്പാണ്. ചീരച്ചേമ്പിന് ഞാൻ കുറച്ച് മുമ്പ് ഇട്ടത്, അതുകൊണ്ട് ഇന്ന് ഇടുന്നില്ല. എൻ്റെ ചീരച്ചേമ്പിൻ്റെ ഉഷാറ് നോക്ക്. ഇതിന് നനവ് കിട്ടിയാൽ മാത്രം മതി. 2-3 ഇല മതി ഒരു തോരന്. ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് ഇത് കേട്ടോ. ഇതിന് എല്ലാവരും ചോദിക്കും ചൊറിയൂര. ഇത് ചൊറിയൂര. ഇത് നല്ല ടേസ്റ്റുള്ളൊരു തോരൻ ഉണ്ടാക്കുന്ന, ചൊറിയില്ല, വിത്തും ഉണ്ടാവില്ല. വിത്തില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവൂലേ. അടിയിൽ വേര് മുളച്ചിട്ട് കുഞ്ഞു തൈകൾ വരും. ഇത് അതിൽ നിറച്ച് തൈകളാണ്. ഇതാ കണ്ടോ നിറച്ച് തൈകൾ. ഈ തൈകൾ അങ്ങോട്ട് പിരിച്ചു കുഴിച്ചിട്ടാൽ മതി. നോക്കി ഇതിൻ്റെ വലിപ്പം എന്താ. അതൊക്കെ എൻ്റെ ചീരച്ചേമ്പാ. ഇതെന്നെ പൊന്നാങ്കണ്ണി വിളവെടുക്കാൻ സമയമായി. ഇപ്പോൾ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചതാ. എന്താ പൊന്നാങ്കണ്ണി ഞാൻ നിലത്തല്ല കേട്ടോ, കുപ്പിൻ്റെ പള്ളഭാഗം കട്ട് ചെയ്തിട്ട് സ്ഥലമില്ലാത്തവർക്കൊക്കെ നല്ല ഐഡിയ ആയിട്ട് കേട്ടോ. എൻ്റെ ഉള്ളി പൂവിടാൻ തുടങ്ങിയിട്ടോ. ഇതാ എൻ്റെ വീടിൻ്റെ റോട്ടുമെന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച ഇത് കേട്ടോ. റോട്ടുമലേക്ക് കണ്ടോ നല്ല ഓറഞ്ച് പൂക്കൾ. ഇത് വേറൊരു കളറാ. ഇത് കട്ട ചോപ്പ്. ഇതാ അത് റോഡാട്ടോ. റോട്ട് പോലെ നോക്കിതാ കട്ട ചോപ്പ് ഉണ്ടായത്. ഒക്കെ നല്ല വെയിൽ വേണം. ഇതകത്തുനിന്നുള്ള കാഴ്ച. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത്? എനിക്കിതാ ഇഷ്ടപ്പെട്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ കട്ടച്ചോപ്പാണ്. കട്ടച്ചോപ്പ് ഇങ്ങനെ നിറഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇങ്ങനെയൊന്നും അല്ല, ഉഷാറിലും ഇങ്ങോട്ട് പൂവിടൂ. വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങളെല്ലാം കണ്ടല്ലോ. ഞാൻ ഇങ്ങനെ വളം ചെയ്യുന്നത്, കരിയില ഇടുന്നതും, എൻ്റെ കരിയില കമ്പോസ്റ്റ് പൊട്ടിച്ചവ കണ്ട കളറും, കരിയില കമ്പോസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ ഒന്നും കൂടി ഒരു വീഡിയോ ചെയ്യട്ടോ. ഞാൻ പൈസ കിട്ടുന്നൊരു സാധനം വാങ്ങില്ല, ഇങ്ങനെ തന്നെ അങ്ങ് ഉണ്ടാക്കൽ തന്നെയാണ്.
എൻ്റെ പിന്നെ കുറേ ചെടികൾ അപ്പുറത്തളങ്ങൾ കാണിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.